Hey you, have you ever been judged for how you look? നിങ്ങളുടെ രൂപത്തിൻ്റെ പേരിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? നമ്മുടെ നിറം എങ്ങനെ ആയിരിക്കണം, നമ്മൾ തടി ഉണ്ടാവണോ, മെലിഞ്ഞിട്ടായിരിക്കുമോ, അതൊക്കെ ഇവരുടെ കൺസേൺസ് ആയിരിക്കും, അല്ലേ? ഇനി അവരുടെ ഒരു പെർഫെക്റ്റ് ഇമാജിനേഷനിൽ നമ്മൾ ഫിറ്റ് ആയില്ലെങ്കിലോ ഇവഞ്ച്വലി അവർ നമ്മളെ ജഡ്ജ് ചെയ്ത് തുടങ്ങും. അതൊരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അതൊരു കുഞ്ഞാണെന്നോ അതിന് എന്താ പറയുക, ലൈക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ലോജിക്ക് പോലും ഇല്ലാത്ത മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ ആ കുഞ്ഞിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ നിറം നോക്കും, അതിൻ്റെ മുടി നോക്കും, അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ കുഞ്ഞുങ്ങളെ പോലും ജഡ്ജ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഇമാജിനേഷൻ്റെ ഫിറ്റിങ്ങിൽ നമ്മൾ ഒതുങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ ഗോസിപ്പിനുള്ള ടോപ്പിക്സ് ആയിരിക്കും. നമ്മളൊരു തമാശയായി മാറും, ഒരു ടാർഗറ്റായി മാറും. തീരെ കാണാൻ ഭംഗിയില്ലെന്ന് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളോട് ഉപമിക്കാനുള്ള ഒന്നായിട്ട് നമ്മൾ മാറും, ശരിയല്ലേ? ഇതൊക്കെ അനുഭവിച്ചവരായിരിക്കും നമ്മുടെ ഇടയിലുള്ള നല്ലൊരു ശതമാനം ആളുകളും. പക്ഷെ ഈ ബുള്ളിങ് ചെയ്യുന്ന, ഈ ഗോസിപ്പ് പഠിക്കുന്ന, ഈ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാത്ത വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? വാക്കുകൾക്ക് പലപ്പോഴും മനുഷ്യനെ കീറി മുറിക്കാനുള്ള കഴിവുണ്ട്. കീറി മുറിക്കുക എന്ന് പറയുമ്പോൾ ജീവനോടെ ഒരു ഈർച്ചവാള് വെച്ച് കീറി 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 കഷ്ണങ്ങളാക്കാനുള്ള കഴിവുണ്ട്. ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയുന്നത് കാഷ്വൽ ആയിട്ടുള്ള വെറൊരു കമൻ്റ് അല്ല. അങ്ങനെയാണ് നമ്മളിൽ പലരും കാണുന്നത്. അതൊരു തമാശയല്ലേ, ഞങ്ങളതൊരു തമാശയായിട്ടല്ലേ പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ബോഡി ഷെയ്മിങ് ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു കമൻ്റ് അല്ല. അതൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ നേർക്കാണ് ചെന്ന് തറയ്ക്കുന്നത്. ആ മനുഷ്യൻ പിന്നീട് അയാളെക്കുറിച്ച് തന്നെ എന്ത് ചിന്തിക്കുന്നു എന്നും അയാളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അത് ബാധിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു സർവേയുടെ ഭാഗമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരോട് അവരുടെ കൺസേൺസിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി ഞാൻ. അപ്പം എനിക്ക് കിട്ടിയ മറുപടികൾ എന്ന് പറയുന്നത് കുറേയൊക്കെ നോർമലായിട്ടുള്ള ഒരു അവരുടെ കൺസേൺസ് തന്നെയായിരുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, കുഞ്ഞിന് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടാവുമോ എന്നതിനെ കുറിച്ചൊക്കെ. പക്ഷെ ഒരു 4-5 അമ്മമാർ എന്നോട് പറഞ്ഞത് എന്നെ അക്ഷരാർത്ഥത്തിൽ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. കാരണം അവരുടെ കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് കറുത്തു പോവോ, എൻ്റെ കുഞ്ഞിന് നിറം കുറഞ്ഞു പോവോ, എൻ്റെ നിറം എൻ്റെ കുഞ്ഞിന് ഇല്ലാതിരിക്കുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കി, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരല്പം നിറം കുറവുള്ളവരോ ഇനി കുറച്ച് കറുത്തതോ ഒക്കെ ആയിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? ഞാൻ ആ അമ്മമാരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരും ഈ ഒരു പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയുടെ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളുടെ കൂട്ടത്തിൽ വളർന്നു വന്നവരാണ്. അവർക്കൊരു പക്ഷെ അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നുണ്ടാവുള്ളൂ. we are not born to fit in other standards. മറ്റുള്ള മനുഷ്യരുടെ അളവുകോലുകൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ട കാര്യം നമുക്കില്ല. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഇസ് എ യുണീക്ക് പീസ് ഓഫ് ആർട്ട് എന്നാണ് പറയുന്നത്. ലോകത്ത് ഒരു മനുഷ്യനും അവൻ ചെയ്ത തെറ്റിന്റെ പേരിൽ വിരൂപനോ നിറമില്ലാത്തവനോ ആവുന്നില്ല. ലോകത്ത് ഒരു മനുഷ്യനും അവൻ ചെയ്ത ശരിയുടെ പേരിൽ ഭംഗിയുള്ളവനോ നിറമുള്ളവനോ ആവുന്നില്ല. സോ ഈ ഒരു ജഡ്ജ്മെന്റലിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളും ആഗ്രഹിച്ച് നേടുന്നത്, ഒരാളുടെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല അയാൾക്ക് സൗന്ദര്യം. ഒരാളുടെ കഴിവുകേട് കൊണ്ടല്ല ഒരാൾ വിരൂപനാവുന്നതും. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, ഓരോ വ്യക്തിയും ബഹുമാനം അർഹിക്കുന്നുണ്ട്. അത് അവരുടെ റൈറ്റാണ്. നമുക്ക് കാഴ്ചയുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് മനുഷ്യന് തോന്നുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ബാഹ്യമായ സൗന്ദര്യം. അതിന്
അതിന് അത്രയ്ക്കൊരു വാലിഡിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരാളായിരിക്കെ അയാളുടെ ക്യാരക്ടറിനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം ഇല്ലാതാവുന്നത് നമുക്ക് കണ്ടറിയാനായിട്ട് കഴിയും.